ഇപ്പോൾ തൃക്കാക്കരപ്പനെ വെക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാടുകാരത്തിൻ്റെ മാധൂര് എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ മുത്തശ്ശി, അതായത് അച്ഛൻ്റെ അമ്മയും അതുപോലെ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ നന്നായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. കളിമണ്ണിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണ എനിക്കത് വെക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ പൂ മേടിക്കാൻ ചെന്നപ്പോൾ ഇല്ലേ, നമുക്ക് ആ ഒരു മാധൂര് കിട്ടിയിട്ടോ. അത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ അണിഞ്ഞിട്ടൊക്കെ വേണം നമ്മൾ ഈ മാധൂര് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് കുറേ ബിലീഫുണ്ട്. അത് തൃക്കാക്കരപ്പൻ എന്ന് പറയാറുണ്ട്, അതുപോലെ മാവേലിയാണെന്ന് പറയാറുണ്ട്, അതുപോലെ വാമനൻ, അതായത് വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്നും പറയാറുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ മാധൂരും പൂക്കളും അതുപോലെ പച്ചരിയും കൊണ്ടിങ്ങനെ അരച്ചിട്ട് അണിയലും ഇതൊക്കെ ഇല്ലാതെ എന്തോണല്ലേ. അപ്പോൾ ശരിക്കും ഈ പഴയ ഈ കാര്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോഴേ നമ്മൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ആ കൾച്ചറും ട്രഡീഷനൊക്കെ അവർക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ഓണം കളറായി വിത്ത് തൃക്കാക്കരപ്പൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാധൂര്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ ഡെക്കറേഷൻ? അണിഞ്ഞത് അത്രയ്ക്ക് ശരിയായിട്ടില്ല, ബിക്കോസ് ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ അണിഞ്ഞത്. അമ്മ എന്തായാലും അണിയാനുള്ള ഡിസൈൻ അയച്ചു തരാം നാളത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ തിരുവോണ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. പിന്നെ സദ്യയുടെ ഒക്കെ വീഡിയോ ഞാനിപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ തൃക്കാക്കരപ്പൻ്റെ വിശേഷം പറയാൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോൾ. സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ.